കുറേ നാളായിട്ട് ഞാനും അവനും പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകണമെന്ന്. പക്ഷേ അത് നടക്കുന്നില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാതിരിക്കും. അങ്ങനെ അവൻ്റെ വീട്ടിലൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും എല്ലാവരും പോകാൻ വേണ്ടി ഇരിക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയൊക്കെ ആയിട്ട് പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അമ്മേനെയും കൊണ്ടുപോകാമെന്ന് വെച്ച്. പിന്നെ ഞങ്ങൾ ആദ്യം ഏത് അമ്പലത്തിൽ പോകണമെന്ന് വെച്ചപ്പോൾ ചക്കുളമൊക്കെയാണ് പ്ലാൻ ചെയ്തത്. ചക്കുളവും മണ്ണാർശാല അങ്ങനെ. പക്ഷേ മണ്ണാർശാലയിൽ പോകാൻ പറ്റിയില്ല. നമ്മൾ ചക്കുളത്തും അമ്പലപ്പുഴയിലൊക്കെ പോയിട്ട് നേരെ പള്ളിയൊക്കെ കയറിയിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും പോകണ വഴി നല്ല ദൂരമുണ്ട് ഞങ്ങളുടെ നിന്ന് ചക്കുളത്തോട്ട്. അത് പിന്നെ നമ്മൾക്ക് അമ്പലപ്പുഴയിൽ നല്ല ദൂരമുണ്ട്. ഒരു 1.5 മണിക്കൂർ നമുക്ക് എന്തായാലും ചക്കുളത്തോട്ടും പോകാനുള്ള ടൈമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പോകണ വഴിയാണ് ആരും ഉറങ്ങിയൊക്കെ പോയി. അവൾ രാവിലെ 5 മണിക്ക് എണീറ്റ് റെഡിയായിട്ട് വീട്ടിലോട്ട് വരുമൊക്കെ ആയിരുന്നു ഉണ്ണീടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോകുവാണ്. എവിടെ പോകണമെന്ന് ആദ്യം ആലോചിച്ചു. കാരണം നമുക്ക് അമ്പലപ്പുഴയിൽ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് ഇവിടെ ഇതിന് മുമ്പേ വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് നമുക്ക് മണ്ണാർശാലയിൽ പോകാൻ പറ്റാഞ്ഞത്. അങ്ങനെ നേരെ ഞങ്ങൾ പോണ വഴിക്കാണെങ്കിൽ ആൾ കുറേ നേരം അനന്തൂൻ്റെ കൂടെ ഇരിക്കും. പിന്നെ കുറേ നേരം ഞങ്ങളുടെ കൂടെ വന്നിരിക്കും. അങ്ങനെ എല്ലാമൊക്കെ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നേരെ ചക്കുളത്തോട്ടാണ് പോകുന്നത്. ഞാൻ പണ്ട് എപ്പോഴും ചക്കുളത്ത് പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കുഞ്ഞിലെ അമ്മയുടെയൊക്കെ കൂടെ എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ ചക്കുളത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. ഒരു മഴയുടെയൊക്കെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടില്ല, പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആലുവിനെയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി പോവാം.